സേവാതീർത്ത് രാഷ്ട്രത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുന്ന പുതിയ കെട്ടിടത്തിന്റെ പേര് അനാച്ഛാദനം ചെയ്ത് നരേന്ദ്രമോദി. പുതിയ കെട്ടിട സമുച്ചയത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ദേശീയ സുരക്ഷാ കൗൺസിൽ എന്നിവയും സേവാതീർത്തിൽ പ്രവർത്തിക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. അങ്ങനെ ജിഷ്ണു, ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ ഒരു പ്രതീകമായി നിലനിന്നിരുന്ന സൗത്ത് ബ്ലോക്ക് അങ്ങനെ ഓർമ്മയാകുകയാണ്. സേവാതീർത്തിലേക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മാറുമ്പോൾ എന്തെല്ലാം സൗകര്യങ്ങളാണ് അവിടെ ഉള്ളത്? ദിൽമ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച സൗത്ത് നോർത്ത് ബ്ലോക്കുകൾ പൂർണ്ണമായും തന്നെ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക ഇത്തരത്തിലുള്ള ഭരണസ്ഥിര കേന്ദ്രങ്ങളിൽ നിന്ന് ആ കാലം മായുകയാണ്. ഭാരതം സ്വന്തമായി നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളിലേക്ക് അത്തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസും പ്രതിരോധം, ആരോഗ്യം, ധനമന്ത്രാലയം തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങളുടെയും പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അതിന്റെ ഏറ്റവും ആദ്യത്തത് പുതിയ പാർലമെന്റ് മന്ദിരമായിരുന്നു. പുതിയ പാർലമെന്റ് മന്ദിരം അടക്കം രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെ നീണ്ടു നിൽക്കുന്ന നിലവിലെ കർത്തവ്യ പഥിന്റെ പ്രദേശങ്ങൾ, ആ പ്രദേശം പൂർണ്ണമായും നവീകരിക്കുക, സമഗ്രമായിട്ടുള്ള നവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ സെൻട്രൽ വിസ്ത എന്ന പേരിലെ പദ്ധതി ആരംഭിച്ചത്. അതിന്റെ ഭാഗമായുള്ള പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസാണ് ഇന്നിപ്പോൾ അതിന്റെ പേര് അനാച്ഛാദനം ചെയ്യുകയും അത് രാജ്യത്തിന് സമർപ്പിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ സേവാതീർത്ത് എന്ന കെട്ടിടത്തിന്റെ പേരും അതിന് താഴെ വ്യക്തമാക്കിയിട്ടുള്ളത് നാഗരിക് ദേവോ ഭവ എന്നുള്ളതാണ്. രാജ്യത്തെ ജനങ്ങൾക്ക് എത്രത്തോളം നിലവിലെ സർക്കാരുകളും ഭരണകൂടവും പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഈ രാജ്പഥ് എന്ന പേര് മാറ്റിക്കൊണ്ട് കർത്തവ്യപഥ് കൊണ്ടുവന്നതും രാജ്യത്തെ ജനങ്ങളോടുള്ള കർത്തവ്യമാണ് സർക്കാരിന് പ്രധാനം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനവും എല്ലാം തന്നെ നമുക്ക് മുൻപിലുണ്ട്. അത് വ്യക്തമാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത്. അതിൻ്റെ പേരിൻ്റെ അനാച്ഛാദനം, ആ ഒരു കെട്ടിടം രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം മുതിർന്ന കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ളത്. സേവാതീർത്ത് നാഗരിക് ദേവോ ഭവ എന്നാണ് അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ കർത്തവ്യപഥ് 1, 2 ഈ കെട്ടിടങ്ങളുടെയും ഉദ്ഘാടനങ്ങൾ നിർവഹിക്കും. ഈ കെട്ടിടങ്ങളിലേക്കാണ് ധനമന്ത്രാലയം, കൂടാതെ പ്രതിരോധം, ആരോഗ്യ, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള മന്ത്രാലയങ്ങളും മാറുക. അത്തരത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള സൗത്ത് നോർത്ത് ബ്ലോക്കുകൾ ഓർമ്മയായി മാറുന്നു. അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും കർത്തവ്യ ഭവനുകളിലേക്ക് മാറും. കൂടാതെ ഈ കർത്തവ്യ ഭവന് പുറത്ത് ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിലായി വാടകയ്ക്കും അല്ലാതെയും പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങളെല്ലാം തന്നെ കർത്തവ്യ പഥിന് ഇരുവശവുമുള്ള പുതിയ കെട്ടിടങ്ങളിലേക്ക് മാറ്റാനാണ് പദ്ധതിയിട്ടുള്ളത്. സെൻട്രൽ വിസ്ത പദ്ധതി പൂർത്തിയാകുമ്പോൾ ഈ ഒരു പ്രദേശം, കർത്തവ്യ പഥിന് ചുറ്റുമുള്ള പ്രദേശം പൂർണ്ണമായും 5 പതിറ്റാണ്ടിലേറെയായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പ്രധാന തീരുമാനങ്ങളും എടുത്തിരുന്ന സൗത്ത് ബ്ലോക്ക് അവിടെ നിന്ന് മാറുകയാണ്. സൗത്ത് ബ്ലോക്കിൽ നിന്ന് സേവാതീർത്തിലേക്കാണ് ഇനി രാജ്യത്തിന്റെ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ഇടമായി മാറാൻ പോകുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.